ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജീസ് അക്കാഡമി. അപ്പൊ നമ്മുടെ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ CREയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായി അല്ലേ? അപ്പൊ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഏത് രീതിയിലാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ CRE കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. എയിംസ്, ജിപ്മർ, ESIC. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് കയറണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ജിപ്മറിന്റെ സൈറ്റിൽ കൂടി കയറാം. ജിപ്മറിന്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമുക്ക് കാണാൻ പറ്റും, റിക്രൂട്ട്മെന്റിന്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റ്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒരു PDF ഫോമിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കണമെങ്കിൽ ഒരു PDF ഫോമിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു രജിസ്ട്രേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്, ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. അപ്പൊ ആ രജിസ്ട്രേഷൻ ലിങ്കിലും അതിന്റെ തൊട്ട് താഴെയുള്ള ലോഗിൻ ലിങ്ക് കൊടുത്താലും നമ്മുടെ സെയിം എയിംസിന്റെ സൈറ്റിൽ കൂടി കയറുന്ന അതേ സൈറ്റിലേക്ക് തന്നെയാണ് നമുക്ക് ചെല്ലാൻ പറ്റുന്നത്. എയിംസിന്റെ നമ്മൾ www.aims.exams.ac.in നോക്കുമ്പോഴത്തേക്കും അതിലും കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ പറ്റും. അതിൽ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ഇതിൽ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും സെയിം കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തുക. അതായത് ഈ ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും, കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പോപ്പ് ബോക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആവും. ദാറ്റ് ഇസ് കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ 2025. ഇത് നോക്കുമ്പോഴത്തേക്ക് ഓർക്കാം 25ഉം കൊടുത്തിട്ടുണ്ട്, 24ഉം കൊടുത്തിട്ടുണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ട് ആ കറക്റ്റ് CREയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക നിങ്ങൾ. അപ്പൊ അതിനകത്ത് അഡ്വർടൈസ്മെന്റ്, നോട്ടിഫിക്കേഷൻ, ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട്, ലോഗിൻ ടു അപ്ലൈ, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഫസ്റ്റ് ടൈം എഴുതുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ ഒരു പാസ്വേഡും, ഒരു പുതിയ പാസ്വേഡ് നമ്മൾ അടിച്ചു നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു OTP കിട്ടും. ആ OTP യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും, അപ്പൊ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ആഡ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ പറ്റും. അതായത് ഏത് പോസ്റ്റ് ആണ്, പോസ്റ്റ് അപ്ലൈഡ് 4 എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒരു പോസ്റ്റ് ബേസിക് ഡീറ്റെയിൽസിന് താഴെയായിട്ട് പോസ്റ്റ് അപ്ലൈഡ് 4 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് കാണാൻ പറ്റും. ആ പോസ്റ്റ് അപ്ലൈഡ് 4 എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഡയറ്റീഷ്യൻസ്, OT ടെക്നീഷ്യൻ, ലാബ് അസിസ്റ്റന്റ്, അതുപോലെ നഴ്സിംഗ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. അതിൽ ഫാർമസിസ്റ്റ്, ഹോമിയോപ്പതി, ആയുർവേദ, അതുപോലെ നമ്മുടെ ഈ ഒരു ഓപ്ഷനും കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റുകൾ കാണാൻ പറ്റും. അതായത് ഫാർമസിസ്റ്റ് അലോപ്പതി, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, ഡിസ്പെൻസിംഗ് അറ്റൻഡന്റ് ഫാർമസിസ്റ്റ്, അതായത് എയിംസിലേക്കും ESICയിലേക്കും അതുപോലെ ജിപ്മർ, ദെൻ ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജ്, അപ്പൊ അങ്ങോട്ടേക്കുള്ള എല്ലാ പോസ്റ്റുകളുടെയും പേരുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു ബോക്സ് എടുക്കുമ്പോഴത്തേക്കും അതില് ഡിപ്ലോമ ഇൻ ഫാർമസി, ദെൻ ഷുഡ് ബി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്, അതുപോലെ ഡിഗ്രി ഇൻ ഫാർമസി, അതുപോലെ 1 year എക്സ്പീരിയൻസ്, ദെൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാം. അപ്പൊ ഈ ഓപ്ഷൻസിൽ നമ്മൾ പാസ്സാവുന്ന, നമ്മൾ അതിനകത്ത് ഏത് ക്രൈറ്റീരിയയിൽ വരും എന്നുള്ളത് നമ്മൾ തന്നെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് ആയിരിക്കും നമ്മൾ, അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് ഞാൻ ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഉണ്ട്, ഡിസ്പെൻസിങ് അറ്റൻഡന്റ് ഉണ്ട്, അതുപോലെ ഫാർമസിസ്റ്റ് ഉണ്ട്, ദെൻ ഫാർമ കെമിസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് പോസ്റ്റുകളുണ്ട്. എല്ലാം ഫാർമസിസ്റ്റ് തന്നെ, ബട്ട് ആ പോസ്റ്റിന്റെ നെയിം മാറുന്നുണ്ട്. ചിലത് എയിംസിലേക്കുള്ളത്, ചിലത് ജിപ്മറിലേക്കുള്ളത്, ചിലത് ESICയിലേക്കുള്ളത്, അപ്പൊ മാറുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ക്വാളിഫിക്കേഷനിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ക്വാളിഫിക്കേഷൻ വരുന്ന ഏത് പോസ്റ്റ് ആണോ അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതെന്നാണ് അതിനർത്ഥം. അപ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് എക്സാം
എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ്, അവിടുത്തെ റാങ്ക് ലിസ്റ്റ് ഇറക്കുന്ന കൂടിയായിരിക്കും നമ്മുടെ പേര് അങ്ങോട്ടേക്കുള്ളതിലായിരിക്കും വരിക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയിംസിൽ നമ്മൾ എലിജിബിൾ അല്ല, ജിപ്മറിലാണ് നമ്മൾ എലിജിബിൾ എങ്കിൽ നമ്മൾ എഴുതുന്ന എക്സാം ആക്ച്വലി വി ആർ അപ്ലൈങ് ഫോർ ദ പോസ്റ്റ് ഇൻ ജിപ്മറിലേക്കുള്ള പോസ്റ്റിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോഴത്തേക്കും ബേസിക് ഡീറ്റെയിൽസിന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു പ്രൊസീജിയർ. ബേസിക് ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദി ക്വാളിഫിക്കേഷൻ. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അത് കറക്റ്റ് ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമ്മുടെ ഏത് ക്വാളിഫിക്കേഷൻ ആണോ അത് കൊടുക്കുക, ഏത് ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് ദ എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഉള്ള ആൾക്കാരാണ് നമ്മൾ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്ത് അവിടുത്തെ അത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ദെൻ എക്സാമിനേഷൻ സ്റ്റേറ്റ് ചോയ്സ്, പിന്നെ നമ്മുടെ ഇമേജ്, തമ്പ് ഇംപ്രഷൻ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഫിഫ്ത്ത് വൺ. ആൻഡ് ഫൈനലി സ്റ്റുഡന്റ് പേയ്മെന്റ്. അപ്പൊ ഇത്രയാണ് അതിന്റെ ആ ഒരു ഓവറോൾ ആപ്ലിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം CRE എടുക്കുന്നു. CRE എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ, പാസ്വേഡ് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ള നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാൻ പറ്റും. നമ്മളതിൽ ഏത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നു നമ്മളത് സെലക്ട് ചെയ്യുക. പിന്നെ ബാക്കി ബേസിക് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസ്, ദെൻ അപ്ലോഡിംഗ് ഓഫ് ഇമേജസ് ആൻഡ് സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എക്സെട്ര. ലാസ്റ്റ് ആണ് പേയ്മെന്റ്. അപ്പൊ ഇത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് പ്രോസസ്സ് തീരുള്ളൂ. 31 ജൂലൈ ആണ് ഡെഡ് ലൈൻ. സോ അതിന് മുന്നേ അപ്ലൈ ചെയ്യുക. നമ്മുടെ CREയുടെ ക്രാഷ് ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 25th and 26th ആണ് എക്സാം വരിക. ടെന്റേറ്റീവ് ഡേറ്റ് ആണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എനിവേ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.